ഹലോ ഗൈസ്. അപ്പം കനേഡിയൻ ഗ്രാൻഡ് പ്രി കഴിഞ്ഞ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് മൊണാക്കോ ഗ്രാൻഡ് പ്രി എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൊണാക്കോ ഗ്രാൻഡ് പ്രിയിലൂടെ യൂറോപ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർഷം പുതിയതായിട്ട് യൂറോപ്യൻ സീരീസിലേക്ക് ആഡ് ചെയ്തത് മെഡ്രിഡിലാണ്. നേരത്തെ ബാഴ്സലോണയിലുണ്ടായിരുന്നു, അതല്ലാതെ മെഡ്രിഡിൽ പുതിയൊരു സർക്യൂട്ടോട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെൽജിയൻ ഗ്രാൻഡ് പ്രി, ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രി, അങ്ങനെ ഒരു യൂറോപ്യൻ സൈഡിലേക്കാണ് വരുന്നത്. അപ്പം നമുക്ക് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമാണ്. കാരണം ഈ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ആയിരിക്കും റേസും ക്വാളിഫയേഴ്സൊക്കെ നടക്കുന്നത്. അപ്പം നമുക്കത് സ്യൂട്ടബിളാണ്. മൊണാക്കോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ലൈക്ക് ദി ഗോൾഡൻ വാലി. മീൻസ് ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പർട്ടിയും അങ്ങനെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മൊണാക്കോ എന്ന് പറയുന്നത്. ഒരു ഫ്രാൻസിലെ ചെറിയൊരു സ്ഥലമാണ് ഈ മൊണാക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊണാക്കോ ഗ്രാൻഡ് പ്രിയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലിബ്രിറ്റീസ്, ഫോർമുല 1 എന്ന് പറയുന്ന അങ്ങനെ ഒരു ഫാഷൻ സ്പോർട്ടാണല്ലോ ഫോർമുല 1. അപ്പം ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വരുന്ന ഒരു ഗ്രാൻഡ് പ്രിയാണ് ഈ മൊണാക്കോ ഗ്രാൻഡ് പ്രി എന്ന് പറയുന്നത്. റൊണാൾഡോ വന്നിട്ടുണ്ട്, എംബാപ്പെ, മെസ്സി, അതുപോലെ വലിയ വലിയ സ്പോർട്സ് സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ തന്നെ ഹോളിവുഡ് സെലിബ്രിറ്റീസ്, അങ്ങനെയുള്ള കുറേ സെലിബ്രിറ്റീസൊക്കെ വരുന്ന ഒരു റേസ് വീക്കെൻഡാണ് മൊണാക്കോയിലുള്ളത്. പിന്നെ ഫാൻസിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സർക്യൂട്ട് കൂടിയാണ്. കാരണം ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു സർക്യൂട്ടാണ്. കാരണം മറ്റ് റേസസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓസ്ട്രേലിയൻ GP ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും സ്ട്രേറ്റ്സ് ഉള്ള ചൈനീസ് GP ആണെങ്കിലും, ഇവിടെ എല്ലാം സ്ട്രേറ്റ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ട്രാക്കിന് വിത്തും കൂടുതലാണ്. അപ്പം ആ റേസ് ട്രാക്കിലൊക്കെ ഇപ്പം ഒരു 2 ഡ്രൈവേഴ്സ് ഇപ്പം ഒരേപോലെ റേസ് ചെയ്തു പോകുന്നു. അപ്പം ഏറ്റവും കൂടുതൽ പേസ് ഉള്ള ഒരാൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സർക്യൂട്ട്സാണ് മറ്റ് ഉള്ളതല്ല. മീൻസ് ഇപ്പം റേസിംഗ് കോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് പ്യുവർലി റേസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർക്യൂട്ട്സ്. ഇപ്പോൾ മൊണാക്കോ ഗ്രാൻഡ് പ്രി എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് സർക്യൂട്ടാണ്. സ്ട്രീറ്റ് സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നോർമലി അത് പബ്ലിക് യൂസ് ചെയ്യുന്ന റോഡ്സാണ്. അപ്പോൾ അത് ഈ റേസ് വീക്കെൻഡിന് വേണ്ടി അതിനെ ചെറിയൊരു ഏരിയ കാണും, ഒരു റേസിംഗ് കോഴ്സ് അല്ലെങ്കിൽ റേസ് സർക്യൂട്ടായിട്ട് ചെറിയൊരു ഏരിയ കാണും. അതുമായിട്ട് കണക്ട് ചെയ്ത് നിർമ്മിച്ചെടുക്കുന്ന സർക്യൂട്ട്സാണ് ഈ സ്ട്രീറ്റ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൊണാക്കോയിൽ റോഡ്സൊക്കെ വളരെ നാരോയാണ്. ഒരു കാറിന്, ഒരു ഫോർമുല 1 കാറിന് പോകാൻ പ്ലസ് ചെറിയൊരു സ്പേസ് കൂടെ കാണത്തുള്ളൂ. വളരെ കഷ്ടിച്ച് പോകാൻ പറ്റുന്ന അത്രയും സ്പേസുള്ള ഒരു ചെറിയൊരു സർക്യൂട്ട് വിട്ടുള്ളൊരു റോഡാണ് മൊണാക്കോയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർടേക്സ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്ര സ്കിൽഫുള്ളായിട്ടുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ ചെറിയ ഏരിയാസ് മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സൈറ്റിംഗ് ആകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ആദ്യമൊക്കെ ഈ ഫോർമുല 1 മൊണാക്കോ നടത്തി വന്നപ്പോഴത്തേന് ഫോർമുല 1 അതായത് FIAയുടെ ഒരു റൂളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റേസിൽ എത്ര സെറ്റ്സ് ഓഫ് ടയേഴ്സ് ഉപയോഗിച്ചിരിക്കണമെന്ന് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് മൊണാക്കോയിൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇച്ചിരി എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ടീംസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അവർ സോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, സോഫ്റ്റ് ടയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചിലപ്പം ഈ ഒരു 68 ലാപ്പ് ഉണ്ടെങ്കിൽ ആ എൻ്റയർ ലാപ്പിൽ ചിലപ്പോൾ അവർ ആ സോഫ്റ്റ് ടയേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് ടയേഴ്സ് ആണെങ്കിൽ ഹാർഡ് ടയേഴ്സ് എല്ലാം ഓടിക്കും, പിറ്റ് സ്റ്റോപ്പ് ചെയ്യത്തേയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പോകും. ചിലപ്പം ക്വാളിഫയേഴ്സിൽ പോൾ പൊസിഷൻ കിട്ടുന്ന ആൾ തന്നെ P1 ഫിനിഷ് ചെയ്യും, അയാൾ തന്നെ വിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ FIA പുതിയ റൂൾ കൊണ്ടുവന്നു. അതായത് മാൻഡേറ്ററി പിറ്റ് സ്റ്റോപ്പ്, 2 പിറ്റ് സ്റ്റോപ്പെങ്കിലും ചെയ്തിരിക്കണം, 2 കോമ്പൗണ്ട് ടയറെങ്കിലും ചേഞ്ച് ചെയ്തിരിക്കണം എന്ന് റൂൾ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ഇച്ചിരി എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴും പ്രത്യേകിച്ച് ഫലമൊന്നും കണ്ടില്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മെഴ്സിഡസ് ആണ് സപ്പോസ്, ഇപ്പം കഴിഞ്ഞ വട്ടം വിൻ ചെയ്തത് മെക്ലാരനാണ്. അതിന് മുമ്പ് വർഷങ്ങളിലൊക്കെ ഹാമിൽട്ടൺ ഡോമിനേറ്റ് ചെയ്തൊരു സമയമുണ്ടായിരുന്നു. സമയത്തൊക്കെ ഹാമിൽട്ടൺ ആണ് ഇപ്പം P1 പോൾ പൊസിഷനിൽ വരുന്നെങ്കിൽ, ഹാമിൽട്ടൺ ചിലപ്പോൾ ഹാർഡേൽ സ്റ്റാർട്ട് ചെയ്യും. റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർഡ് ടയേഴ്സിലായിരിക്കും. കഴിഞ്ഞൊരു 20-25 ലാപ്സ് കഴിയുമ്പം ഒന്ന് ബിറ്റ് ചെയ്യും. അപ്പോഴത്തേന് ഹാമിൽട്ടൺ ബിറ്റ് ചെയ്യുമ്പം P2 ആളുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് കാണും. അപ്പോൾ ഹാമിൽട്ടൺ ബിറ്റ് ചെയ്ത് ചിലപ്പോൾ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയോ ഇട്ട് പുറത്തിറങ്ങും. പിന്നെ ഹാമിൽട്ടൺ തന്നെ ആ ഒരു റേസ് ലീഡറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. FIA ആ റൂൾ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചൊരു ചേഞ്ചൊന്നും വന്നില്ല. ഇറ്റ് ഗോൺ ആസ് യൂഷ്വൽ. അപ്പോൾ ഒട്ടും ആർക്കും ഉപയോഗമില്ലാത്ത ഒരു റൂള് FIA അങ്ങനെ അതിനുവേണ്ടി മൊണാക്കോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നു. മൊണാക്കോയിൽ മാത്രമല്ല സ്ട്രീറ്റ് സർക്യൂട്ടുള്ള ബാക്കു, അസർബൈജാൻ ഒരു സ്ട്രീറ്റ് സർക്യൂട്ടാണ്. അതേപോലെ തന്നെ വേറെ കുറച്ച് സ്ട്രീറ്റ് സർക്യൂട്ട്സ് ഉണ്ട്. അതായത് ഈ അതായത് ഇറ്റലിയിലെ ഇമോള സർക്യൂട്ട്, അല്ലെങ്കിൽ ബെൽജിയൻ ഗ്രാൻഡ് പ്രി നടക്കുന്ന സ്പാ സർക്യൂട്ട്, അതൊക്കെ റേസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടാണെങ്കിലും ദാറ്റ്സ് മെയ്ഡ് ഫോർ റേസസ്. അപ്പം അതാണ് ഈ സ്ട്രീറ്റ് സർക്യൂട്ടും ഈ റേസ് കോഴ്സസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വേറെ ടൈപ്പ് ഉണ്ട്. ഈ ചില എൻഡുറൻസ് റേസസ് അല്ലെങ്കിൽ ഇൻഡികാർ റേസസ് ഒക്കെ നടക്കുന്ന ബാങ്ക്ഡ് ആയിട്ടുള്ള റോഡ്സുകൾ, മറ്റേ F1 മൂവിയിൽ കണ്ടിട്ടുണ്ട്. ബ്രാഡ് പിറ്റും ടീമും കൂടെ ഓടുന്ന ഒരു ബാങ്ക്ഡ് അല്ലേ, ചരിഞ്ഞിരിക്കുന്നു, അങ്ങനെയുള്ള സർക്യൂട്ട്സും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ മൊണാക്കോ ഗ്രാൻഡ് പ്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ റെഗുലേഷൻ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് റേസാണ്. അതായത് ആ നാരോ മൊണാക്കോയിലെ ആ നാരോ റേസ് കോഴ്സിലുള്ള ആ സ്ട്രീറ്റ് സർക്യൂട്ടിലുള്ള ഫസ്റ്റ് റേസാണ്. അതുകൊണ്ട് തന്നെ FIA കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ DRS ഉണ്ടായിരുന്നു. അപ്പം DRS ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് സർക്യൂട്ട്സിലെല്ലാം DRS സോൺസ് ഉണ്ടായിരുന്നു. അവിടെ DRS എനേബിൾ ചെയ്ത് ഡ്രൈവേഴ്സിനെ ഓവർടേക്ക് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്ട്രാ ബൂസ്റ്റ് കൊണ്ടുവരാനൊക്കെ പറ്റുമായിരുന്നു. അപ്പം ഈ മൊണാക്കോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DRS സോൺസ് കുറവാണ്. DRS ഉണ്ടായിരുന്നപ്പം തന്നെ അവിടെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ബാരിയർ ഇടിച്ച് കയറുക, കാർസ് തമ്മിൽ കൊളൈഡ് ചെയ്യുക, അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പുതിയ റെഗുലേഷൻ വന്നപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാറുകൾ അണീവനായിട്ട് ബൂസ്റ്റിങ് വരുന്നു. അതാണ് ഫ്രാങ്കോ കൊളപ്പിൻഡോയ്ക്ക് ഇവിടെ ജപ്പാനിലാണെന്ന് തോന്നുന്നു. കൊളപ്പിൻഡോ പോയിക്കൊണ്ടിരിക്കുന്നു, ഒളിവർ ബെയർമാൻ പുറകെ കൂടെ വന്നു. പെട്ടെന്ന് ആ ഒരു ക്ലോസിംഗ് സ്പീഡ് കുറഞ്ഞു പോയത് കാരണം ബെയർമാൻ ക്രാഷ് ആയ ഓർമ്മയില്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച്, ഇവിടെ റോഡ്സ് നാരോയാണ്, ബാരിക്കേഡ്സ് എല്ലാം അടുത്തടുത്താണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായാലൊന്ന് ആലോചിച്ച്, ഇറ്റ് വിൽ ബി എ കാറ്റസ്ട്രോഫി. അതല്ല ഒരു കാരല്ല, ഒരു 4-5 കാർ ഒരുമിച്ചാണ് അത് സംഭവിക്കുന്നതിലൊന്ന് ആലോചിച്ച്, ഇറ്റ് വിൽ ബി ട്രാജിക്. സോ അതുകൊണ്ട് തന്നെ FIA ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കഴിഞ്ഞ വർഷം DRS ആയിരുന്നു, ഈ വർഷം ആക്റ്റീവ് എയറോ എന്ന് പറയും. അതിൻ്റെ ഓരോ ഫ്രണ്ട് വിങ്സിനും റിയർ വിങ്സിലും അത് എനേബിൾ ചെയ്യാൻ പറ്റും, ഡ്രൈവറിന് തന്നെ എനേബിൾ ചെയ്യാം. ആ സംഭവം മൊണാക്കോയിലില്ല, ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. അതുമാത്രമല്ല ഈ വർഷത്തെ എല്ലാ സർക്യൂട്ട്സിലും ഈ ഒരു റെഗുലേഷന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ. FIA ഒരു 5 വർഷത്തിലാണ് തോന്നുന്നു റെഗുലേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും വരുന്നത് 2031 ഓക്കെ, അത് ഈ സുലൈം അതിലുണ്ടല്ലോ FIAയുടെ പ്രസിഡൻറ്റ് അഹമ്മദ് സുലൈം, പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, V8 എഞ്ചിൻസ് 2031 കൊണ്ടുവരും എന്നുള്ള രീതിയിൽ. അത് പുതിയ റെഗുലേഷൻ പുതിയ റെഗുലേഷൻ സൈക്കിളിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പുതിയ റെഗുലേഷൻ അനുസരിച്ചൊരു കാറ് മൊണാക്കോയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആക്റ്റീവ് എയറോ മാറ്റിയത്. പിന്നെ മാറ്റിയത് MGUKയുടെ ഡിപ്ലോയ്മെൻറ്റ് 290 നിന്ന് 200 ആക്കി, 290 നിന്ന് 200 ആക്കി, 200 km/h ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ MGUKയുടെ ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 390 kW ആണ്. അതായത് MGUK ബാറ്ററിക്ക് കൊടുക്കുന്ന പവർ, MGUK അറിയാമല്ലോ, മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് കൈനറ്റിക് എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് എന്താ സംഭവം 200 km/h ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കനേഡിയൻ ഗ്രാൻഡ് പ്രി വരെ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മെഴ്സിഡസിൻ്റെ കാർ, കിമിയുടെ കാറാണ്, നല്ല സ്പീഡ് സ്ട്രേറ്റ്സ് കിട്ടി നല്ല സ്പീഡിൽ പോവുകയാണ്. 290 km/h എന്ന ഒരു സ്പീഡ് ഹിറ്റ് ചെയ്യുന്നത് വരെ ബാറ്ററി ഡിപ്ലോയ്മെൻ്റ് ഉണ്ടായിരിക്കും, ബാറ്ററി പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കിമി ഒരു സ്ട്രേറ്റ് കിട്ടി അത്രയും സ്പീഡ് വരെ കിമിക്ക് ഒരു പവർ ഡള്ളില്ലാതെ ഓടിക്കാൻ പറ്റും. പക്ഷേ മൊണാക്കോയിൽ 290 km/h അല്ല, 200 ആക്കി. എന്ന് വെച്ചാൽ 90 km കുറച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 390 kW തന്നെ, അതായത് ബാറ്ററി ഡിപ്ലോയ്മെൻറ്റ് റേറ്റ് സെയിം തന്നെ, പക്ഷേ 200 km/h സ്പീഡ് വരെ ആ ബാറ്ററിയുടെ പവർ കൊടുക്കത്തുള്ളൂ. അതും ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ വർഷം FIA കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ചേഞ്ചസ് ആണ്. അപ്പം മയാമി ഗ്രാൻഡ് പ്രി ഒരു 3 മണിക്കൂർ മുമ്പ് നടത്തിയതും ഈ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷം ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ റെഗുലേഷനെ ആരും അധികം തെറിവിളിക്കാതെ എങ്ങനെയെങ്കിലും തടിതപ്പി ഈ ഒരു സീസൺ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് തോന്നുന്നു FIA പോകുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. അവിടുത്തെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൊണാക്കോയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പം കഴിഞ്ഞ വർഷം DRS ഉണ്ടായിരുന്നപ്പോഴും സെയിം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ലെക്ലെയർക്ക് ക്രാഷ് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം, ടേൺ 12 തോന്നുന്നു. അതൊരു മീമായിട്ടുണ്ടല്ലോ, ഐ ആം സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഓർമ്മയില്ല. അത് മൊണാക്കോയിലായിരുന്നു അതോ അസർബൈജാനിലായിരുന്നു, ഏതാണെന്ന് ഒരു ഡൗട്ടുണ്ട്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മൊണാക്കോ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദിസ് റെഗുലേഷൻ ഓഫ് കാർസ്. ഓക്കെ, എന്നാണ് അവർക്ക് അത് സിമുലേഷൻ ചെയ്തപ്പോൾ ഡേറ്റ അങ്ങനെ ആയിരിക്കും കിട്ടിയത്, അതായിരിക്കും അവർ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ റെഗുലേഷൻ അനുസരിച്ചിട്ട് മൊണാക്കോ ഗ്രാൻഡ് പ്രി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർ ഫെറാറിയുടെയാണ്. കാരണം മെഴ്സിഡസും ഫെറാറിയും തമ്മിൽ വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെഴ്സിഡസിൻ്റെ കാറുകൾക്ക് സ്ട്രേറ്റ്സിൽ സ്പീഡ് കൂടുതലാണ്. പറഞ്ഞാൽ സ്ട്രേറ്റ്സിൽ ബാറ്ററി ഡിപ്ലോയ്മെൻറ്റും എൻജിൻ്റെ പവർ ഔട്ടും ഭയങ്കര കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. ബാക്കിയുള്ള കാറുകളെക്കാളും നല്ല പവർഫുള്ളായിട്ടുള്ള പവർ യൂണിറ്റാണ് മെഴ്സിഡസിൻ്റെ. പക്ഷേ ഫെറാറിയുടെ സ്ട്രേറ്റ്സിൽ അത്ര പവറില്ല, മെഴ്സിഡസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പവറില്ല. അതുമാത്രമല്ല മൊണാക്കോയിലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഉണ്ടായിട്ട് കാര്യമില്ല. സ്പീഡല്ല അവിടെ വേണ്ടത്. കാറിന് കോർണറിങ് സ്റ്റെബിലിറ്റിയും
അതേപോലെ തന്നെ വിയറിങ്, അതായത് ഒരു കോർണർ എടുക്കുമ്പോൾ അറിയാമല്ലോ, ഒരു സൈഡിലേക്ക് കൂടുതൽ വെയിറ്റ് വരും, ആ ടയറിന് വിയറുണ്ടാവും. അപ്പം ടയർ മാനേജ്മെൻറ്റുമാണ് വേണ്ടത്. അത് ഹാമിൽട്ടൺ അങ്ങനെ ഒരു കമൻറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്, അതായത് സ്പീഡ് ഡസൻ മാറ്റർ ഇൻ മൊണാക്കോ. സോ അപ്പം ഈ വർഷത്തെ മൊണാക്കോയിൽ ഫെറാറിക്ക് ഒരു മുൻകൈ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ചാൾസിൻ്റെ ഹോമാണ്. ചാൾസ് മൊണാക്കോയിൽ എപ്പോഴും നല്ല പെർഫോമൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ചാൾസാണ് P2-ലുള്ളത്, ഫസ്റ്റ് ലാൻഡ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഫെറാറി വിൽ ഡൊമിനേറ്റ് ഇൻ മൊണാക്കോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ മൊണാക്കോയിലുണ്ടായിരുന്ന ചേഞ്ചസും ഈ വർഷത്തെ മൊണാക്കോയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോക്കി. ഇനിയും നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അതായത് കഴിഞ്ഞ വർഷത്തെ മൊണാക്കോ ഗ്രാൻഡ് പ്രിയിലെ ഡേറ്റ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ കഴിഞ്ഞ വർഷം P1 ഫിനിഷ് ചെയ്തത് ലാൻഡോ നോറിസാണ്, മെക്ലാരൻ്റെ ലാൻഡോ നോറിസ്. ലാൻഡോ നോറിസിൻ്റെ ലാപ്പ് ടൈം എന്ന് പറയുന്നത്, റേസിലെ ലാപ്പ് ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റും 40.33 സെക്കൻഡ്സുമാണ്. ഓക്കെ, പിന്നെ രണ്ടാമതുള്ളത് ചാൾസാണ്. ചാൾസിൻ്റെ ടൈം എന്ന് പറയുന്നത് ലാൻഡോയെക്കാളും 3 സെക്കൻഡ് അധികം വരുന്നു. അതായത് ലാൻഡോ ഫിനിഷ് ലൈൻ കടന്നു കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ചാൾസ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ 1 മിനിറ്റും 43 സെക്കൻഡ്സും വരും. പിന്നെ മൂന്നാമതുള്ളത് ഓസ്കർ. കഴിഞ്ഞ വർഷം അറിയാലോ, മെക്ലാരൻസ് വർ ഡൊമിനേറ്റിംഗ്. ഓസ്കറിൻ്റെ ടൈം എന്ന് പറയുന്നത് ചാൾസ് ഫിനിഷ് ലൈൻ കടന്നു കഴിഞ്ഞിട്ട് ഒരു 3 സെക്കൻഡോടെ കഴിഞ്ഞിട്ടാണ് കടന്നത്. നമ്മൾ അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ലാൻഡോയുടെ ടൈം പ്ലസ്, അതായത് 1 സെക്കൻഡ് 43, 1 സെക്കൻഡ് 46, അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മിസ്റ്റേക്കാണ്, സോറി. ജസ്റ്റ് അതായത് ലാൻഡോ കടന്നു കഴിഞ്ഞിട്ട് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ചാൾസ് പാസ് ദ ഫിനിഷ് ലൈൻ. അപ്പം ചാൾസ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓസ്കർ പാസ് ചെയ്തത്. ഓസ്കർ പാസ് ചെയ്തിട്ട് 20 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് മാക്സ് പാസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. റെഡ് ബുൾ വാസ് നോട്ട് പെർഫോമിങ് വെൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റേസസ് ഓഫ് ദ സീസൺ. അപ്പം ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേനാണ്, ഒരു ഡച്ച് GP ഒക്കെ കഴിഞ്ഞപ്പോഴാണ് റെഡ് ബുൾ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നത്. ക്രിസ്ത്യനോ റൊണാൾഡോ ടീം വിട്ട് പോയി, ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. പിന്നെ കഴിഞ്ഞ വർഷം റെഡ് ബുള്ളിൻ്റെ തുടക്കം ഭയങ്കര ശോകമായിരുന്നു. കോ ഡ്രൈവർ, ആ ഒരു സെക്കൻഡ് ഡ്രൈവർ കേഡ്സ് എപ്പോഴും ഉണ്ട്. പിന്നെ അഞ്ചാമതുള്ളത് ലൂയിസ് ഈസ് 51 സെക്കൻഡ്സ് ബിഹൈൻഡ് മാക്സ്. പിന്നെ മൊണാക്കോയിലേക്ക് FIA കൊണ്ടുവന്ന വലിയൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴ്സിഡസിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രീ സീസൺ ടെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ മെഴ്സിഡസിന് ഒരു എഞ്ചിൻ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. അതായത് എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ മെഴ്സിഡസിൻ്റെ എഞ്ചിന് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 50 എക്സ്ട്രാ ഹോഴ്സ് പവർ കിട്ടുമായിരുന്നു മെഴ്സിഡസിന്. അത് FIA അത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ മൊണാക്കോ തൊട്ട് ദാറ്റ് എഞ്ചിൻ ഈസ് ബാൻഡ്. ദാറ്റ് മീൻസ് മെഴ്സിഡസ് ഹാവ് ടു ബിൽഡ് എ ന്യൂ എഞ്ചിൻ. അത് ആ കംപ്രഷൻ റേഷ്യോ വെച്ചിട്ടുള്ള എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് FIA അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ മെഴ്സിഡസ് ഡസൻ ഹാവ് ദാറ്റ് അഡ്വാൻറ്റേജ് നോ മോർ. സോ ഇത്തരം കാര്യങ്ങളാണ് മൊണാക്കോ ഗ്രാൻഡ് പ്രിയുടെ കഴിഞ്ഞ വർഷത്തെ ഗ്രാൻഡ് പ്രിയെക്കുറിച്ചും പിന്നെ ഈ വർഷം മൊണാക്കോ GPയിലേക്ക് FIA കൊണ്ടുവന്ന ചേഞ്ചസും, റൂൾ ചേഞ്ച്, അതുപോലെ സേഫ്റ്റി ചേഞ്ച് കൊണ്ടുവന്ന കാര്യം. പിന്നെ മെഴ്സിഡസിൻ്റെ ആ ഒരു ലൂപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടീംസ് ഒന്നും മേജറായിട്ട് വലിയ പുതിയ അപ്ഗ്രേഡ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല മൊണാക്കോയിലേക്ക്. കാരണം മൊണാക്കോ കഴിയുമ്പോഴാണ് ADO എഫക്റ്റിലാവും. അപ്പം പുതിയ പാക്കേജ്. അപ്പോൾ അടുത്ത ഗ്രാൻഡ് പ്രീ ഏതാണ് വരുന്നത്? മൊണാക്കോ കഴിഞ്ഞ അടുത്ത ഗ്രാൻഡ് പ്രീ വരുന്നത് ബാഴ്സലോണ കാറ്റലോണിയ. അവിടെയാണ് അടുത്ത ഗ്രാൻഡ് പ്രീ വരുന്നത്. അതൊരു അടുത്ത ആഴ്ച തന്നെ, June 14 റേസ് നടക്കുന്നത്. അപ്പം 12 റേസ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം മൊണാക്കോയിലേക്ക് വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ചിലപ്പം ബോറിങ് റേസ് ആവാം. കാരണം ഈ ആക്റ്റീവ് ഇല്ല, ബോറിംഗ് റേസ് ആവാനാണ് സാധ്യത കൂടുതലും. എന്തെങ്കിലും അങ്ങനെ ഡ്രാമാസ് നടക്കാൻ സാധ്യത കുറവാണ് മൊണാക്കോയിൽ. മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റ് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല, വലിയ അപ്ഗ്രേഡ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവന്ന കാര്യം അങ്ങനെയൊന്നും പുതിയത് വന്നിട്ടില്ല. പിന്നെ മൊണാക്കോ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർമുല 1 ഡ്രൈവേഴ്സ്, ചില ഫോർമുല 1 ഡ്രൈവേഴ്സും F2 ഡ്രൈവേഴ്സ്, F3 ഡ്രൈവേഴ്സും അവിടെ മൊണാക്കോയിൽ ഒരു ചാരിറ്റബിൾ ഫുട്ബോളോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. അതിനുവേണ്ടി ഈ ഡ്രൈവേഴ്സ് ടീം എന്ന് പറഞ്ഞ് ഒരു ടീമുണ്ട്, അതിൽ ഫുട്ബോൾ കളിക്കുന്നൊക്കെ ഇങ്ങനെ കിട്ടും. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത്, ആസ്റ്റൺ മാർട്ടിൻ്റെ ഫെർണാണ്ടോ അലോൺസോ അതൊരു റിപ്പോർട്ടറോട് ചൂടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാമിലി മാറ്റർ കയറി ഇടപെട്ടില്ല. അതൊക്കെ സംതിങ് പേഴ്സണൽ സംഭവം അങ്ങനെന്തോ ഒരു ന്യൂസ് കേട്ടു. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഇതൊരു പ്രിവ്യൂ പോലെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. റേസ് ഫ്രീ പ്രാക്ടീസസും ക്വാളിഫൈങ് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം, റേസ് കഴിഞ്ഞിട്ടും വീഡിയോ ചെയ്യാം, അനാലിസിസ് വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ. അപ്പം വീഡിയോസിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ്, ബൈ.